അങ്ങനെ ഒരു 10:30 മണിക്കൂറിൻ്റെ ലോങ് ജേണിക്ക് ശേഷം ഞങ്ങൾ ഡൽഹിയിൽ ലാൻഡ് ചെയ്ത് കേട്ടോ. ശരിക്കും മടുത്തിട്ടുണ്ടായിരുന്നു. 10:30 മണിക്കൂർ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. ഒരു തുള്ളി പോലും ഞാൻ ഉറങ്ങിയില്ല കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെയാണ്, ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാനേ പറ്റത്തില്ല. അതിലൂടെ നല്ല ടർബുലൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഒട്ടും ഉറങ്ങാഞ്ഞത്. അപ്പോൾ നമ്മൾ ഡൽഹിയിൽ എത്തിയിട്ട് നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ലഗേജ് കളക്ട് ചെയ്തിട്ട് അത് പിന്നെയും ചെക്ക് ഇൻ ചെയ്യണമായിരുന്നു. അത് ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നി കേട്ടോ. കാരണം ഇത്രയും മണിക്കൂർ ട്രാവലിങ്ങും കഴിഞ്ഞ് ഉറക്കവും ഇല്ലാതെ നല്ല ക്ഷീണിച്ച് വന്നിട്ട് പിന്നെയും ബാഗൊക്കെ കളക്ട് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ നമ്മളതെല്ലാം കളക്ട് ചെയ്ത് ബാഗ് ചെക്ക് ഇന്നും ചെയ്ത് സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞിട്ടൊരു 3.5 മണിക്കൂർ നമുക്ക് ഡൽഹിയിൽ ലേ ഓവർ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ വേണ്ടി ഫ്ലൈറ്റിലോട്ട് ബോർഡ് ചെയ്യുവാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് നടക്കാൻ വയ്യ, വീഡിയോ എടുക്കാനും മൂടൊന്നും ഇല്ലായിരുന്നു. പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ലഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ ലാൻഡ് ചെയ്യേണ്ടതാണ്, പക്ഷേ എയർ ഇന്ത്യ ഞങ്ങൾക്ക് 6.5 മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേ ആക്കിയതുകൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്കല്ല 4 മണിയായപ്പോഴാണ് കേട്ടോ ലാൻഡ് ചെയ്ത് വെളിയിൽ ഇറങ്ങിയത് തന്നെ. എനിക്ക് നല്ല ക്ഷീണം ഉള്ളതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഫുൾ എടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും നമ്മൾ നാട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.